ഹലോ, നമ്മൾ ബേബി കിറ്റ് മേക്കിങ്ങിൻ്റെ 3 ദിവസത്തെ റൗണ്ട് ബെഡിൻ്റെ ഫ്രീ ക്ലാസ് ആണ് ഇന്ന് ഡേ 1 സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഡേ നമ്മൾ 2 പില്ലോസാണ് ഇതിൽ പഠിക്കുന്നത്. സിലിണ്ടർ പില്ലോയും നോർമൽ പില്ലോയും ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നോർമൽ പില്ലോക്ക് 1/2 മീറ്റർ കോട്ടൻ്റെ ക്ലോത്താണ് നമ്മൾ എടുക്കേണ്ടത്. അതിനുശേഷം കോട്ടൻ്റെ ക്ലോത്ത് എടുത്തതിൻ്റെ ശേഷം നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. ക്ലോത്തിൽ നമ്മൾ 15 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത ശേഷം അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെക്കണം. നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് 15 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് ലെങ്ത്ത് വരുന്നത് നമുക്ക് 10 ഇഞ്ചാണ്. ഇപ്പോൾ ഫോൾഡ് ചെയ്തതിന് ശേഷം 10 ഇഞ്ചും കൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് നമ്മളതൊന്ന് ജസ്റ്റ് ചെറുതായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട് ഒരേ രീതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതൊന്ന് അടയാളപ്പെടുത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി നമ്മൾ ഇപ്പോൾ 2 ക്ലോത്ത് ഇനി ഇത് അറ്റാച്ച് ചെയ്തെടുക്കണം. അതായത് നമ്മൾ ഉള്ളിലേക്ക് പോവേണ്ട നല്ല വശം പുറത്തേക്ക്, ക്ലോത്തിൻ്റെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ക്ലോത്ത് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ക്ലോത്ത് 2 ഭാഗവും അറ്റാച്ച് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇതിൽ ഫില്ല് ചെയ്യണത് നമ്മൾ ഫൈബറിൻ്റെ റെക്രോണാണ് ഫില്ല് ചെയ്യണത്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇത് മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുത്തതിൻ്റെ ശേഷം അതിന് നമ്മൾ ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ഉള്ളിലേക്ക് ഒരു 1 ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതാ നമ്മളെ പില്ലോ, നോർമൽ പില്ലോ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബെഡിലേക്ക് ആവശ്യമായിട്ടുള്ള പില്ലോ ആണ്. അപ്പോൾ എല്ലാവരും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ സിലിണ്ടർ പില്ലോ ആണ്. സിലിണ്ടർ പില്ലോക്ക് വേണ്ടി ഒരു 1/2 മീറ്റർ കോട്ടൻ്റെ ക്ലോത്ത് എടുത്തതിൻ്റെ ശേഷം 12 ഇഞ്ച് വിഡ്ത്തും 20 ഇഞ്ച് ലെങ്ത്തുമായിട്ട് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കുക. 20 ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ച് വിഡ്ത്തുമായിട്ട് കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം ആ കട്ട് ചെയ്ത പീസിൻ്റെ നമ്മൾ വിഡ്ത്തിൻ്റെ സൈഡ് 1 ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്കൊരു ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് ഒരു ഹോളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം പുറത്തേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. അതിന് 2 ക്ലോത്തും കൂടെ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ചിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആ ഹോളിട്ട ഭാഗത്തേക്ക് ഒരിക്കലും സ്റ്റിച്ചിങ് പോവരുത്. അപ്പോൾ ഇതുപോലെ നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ ഹോളിട്ട ഭാഗം നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്യാതെ വെക്കുക. നമുക്കതിലൂടെ എന്തെങ്കിലും ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ കയ്യിലുള്ള ത്രെഡോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട് നമുക്കതവിടെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഹോളാക്കിയിട്ട് ഒഴിച്ചിടുക ചെയ്യുക. ഇനി ഇതുപോലെ നിങ്ങളെ കയ്യിലുള്ള ലേസോ കാര്യങ്ങളോ യൂസ് ചെയ്തിട്ട്
ആ ഹോളിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു സൈഡ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലവണ്ണം കെട്ടുക. പിന്നെ മറ്റേ സൈഡിലൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തിട്ട് അതിലൂടെയാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് നമുക്ക് നല്ലവണ്ണം കെട്ടി വച്ചതിന് ശേഷം മറ്റേ ഭാഗത്തും കൂടെ നമ്മൾ ആ ഹോളിലൂടെ ലേസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇതിലും നമ്മൾ ഫൈബറിൻ്റെ റെക്രോണാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അതും കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ കെട്ടരുത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ അത് മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതാ നമ്മളെ ഫില്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഈ അറ്റവും നമ്മളൊരു ബോ പോലെ ടൈ ചെയ്തെടുക്കുക ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ബെഡിൻ്റെ കൂടെ കുട്ടികളുടെ സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സിലിണ്ടർ പില്ലോൻ്റെ മെഷർമെൻറ്റ്. അപ്പോൾ നോർമൽ പില്ലോയും സിലിണ്ടർ പില്ലോയും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ.